ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. മക്കയിൽ തൻഈമിൽ വെച്ച് നാം മുമ്പ് ഒരു വീഡിയോയിൽ ഇത് ഫുള്ളായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗമാണ്. ബഹുമാനപ്പെട്ടവരെ, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേറ്റിക്കൊണ്ട് അഥവാ കുരിശിൽ തറച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി കൊന്നപ്പോൾ അന്ന് സഅദ് ബിൻ അമീർ റളിയല്ലാഹു അൻഹു എതിർവശത്തായിരുന്നു. ഈ വധം കണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. കാരണം ഒരു നേതാവിനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു അനുയായിയോ അത് സത്യമതമായതിനെ കൊണ്ടാണ്. കാരണം ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോഴും അവിടുന്ന് പറയുകയാണ്, ഈ നിന്നെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരിച്ചുവിടാം. അത് ഹബീബായ തങ്ങൾ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് പോലും അദ്ദേഹം അത് ഉറച്ചുപാട്, എൻ്റെ ഹബീബിൻ്റെ ദേഹത്തൊരു മുള്ളുകൊള്ളാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ സഅദ് ബിൻ അമീർ അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് ആകർഷണമായ ചിന്ത വന്നു. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ മദീനയിൽ വരികയും ഹൈബർ യുദ്ധത്തിന് മുന്നോടിയായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അങ്ങനെ അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഹിംസ എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണറാക്കുകയും ചെയ്തു. അങ്ങനെ കുറേ കാലം അവിടെ ഗവർണറായിരിക്കുമ്പോൾ അവിടുത്തെ പാവപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം അവിടുത്തെ ഗവർണറുടെ പട്ടികയായിരുന്നു വന്നത്. സഅദ് ബിൻ അമീർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരായിരുന്നു. അവിടുന്ന് കിട്ടുന്നതെല്ലാം പാവങ്ങളെ സഹായിക്കലായിരുന്നു അവിടുത്തെ മാതൃക. അങ്ങനെ 3 പരാതികൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പറയുകയാണ്. ജനങ്ങൾ 3 പരാതിയിൽ അന്വേഷിക്കാനായി സഅദ് ബിൻ അമീർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ പരാതി ഒന്നൊന്നായി വിവരിക്കുകയാണ്. ഒന്നാമത്തെ പരാതി, അവിടെ നിന്നും താമസിച്ചാണല്ലോ ജോലിക്ക് വരാറുള്ളത്. അപ്പോൾ അവിടുന്ന് പറയും, എൻ്റെ ഭാര്യ വളരെ സുഖമില്ലാതെ കിടക്കുന്നതിനെ കൊണ്ട് ഞാൻ അവൾക്ക് റൊട്ടി ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അമീറുൽ മുഅ്മിനീൻ. പിന്നെ പറയും, അദ്ദേഹം പകല് മാത്രമേ കാണാറുള്ളൂ, രാത്രി അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോൾ പറയും, എൻ്റെ ആയുസ് പകല് ജനങ്ങൾക്കും രാത്രി എൻ്റെ യജമാനന് വേണ്ടിയുമുള്ളതാണെന്ന്. അപ്പോൾ പറയും വീണ്ടും, മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ ലീവ് എടുക്കാറുണ്ടല്ലോ. അപ്പോൾ പറയും, എനിക്കൊരു ഡ്രസ്സാണുള്ളത്, ഒരു വസ്ത്രമാണുള്ളത്, അത് ഞാൻ ഉണങ്ങുന്നത് വരെ അകത്ത് തന്നെ ഇരിക്കും, കഴിയുകയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം ബോധരഹിതനായി ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ട്. അത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തെ കോർത്താണ്. കാരണം ഞാൻ മുസ്ലിമായിരുന്നെങ്കിൽ അന്നെനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ, അതിനെക്കുറിച്ച് ഓർത്തു കരയലായിരുന്നു.